സർ, അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. കോൺഗ്രസ് നോക്കുകയാണെങ്കിൽ അതിലും വിഭിന്ന അഭിപ്രായങ്ങളുണ്ട്. BJP നോക്കുകയാണെങ്കിൽ അതിലും ചെറിയ അസ്വാരസ്യങ്ങളുണ്ട്. CPM-ലും അസ്വാരസ്യങ്ങളുണ്ട്. ഇങ്ങനെ നേതാക്കന്മാരുടെ ഇടയിലുള്ള ഈ അസ്വാരസ്യങ്ങൾ എത്രത്തോളം തെരഞ്ഞെടുപ്പിനെ ബാധിക്കും? എങ്ങനെയായിരിക്കും ജനം ഇതിൽ വിലയിരുത്തുന്നത്? 2025 അവസാനം 2026 ഏപ്രിൽ മെയ് ഇത്രയും കാലയളവിനുള്ളിലാണ് 2 തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പെങ്കിൽ മറ്റൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമാണ്. ഇവിടെയൊക്കെ തന്നെ ഈ 2 തെരഞ്ഞെടുപ്പുകളിലും വളരെ ആശങ്കയോടും എന്നാൽ പ്രതീക്ഷയോടും കൂടിയാണ് മുന്നണികൾ നിൽക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് BJP വലിയ ഇടം പിടിക്കുമെന്ന കണക്ക് കൂട്ടലോടുകൂടി മാസ്റ്റർ പ്ലാനുമായിട്ട് രംഗത്തുണ്ട്. ഇടതുമുന്നണി നിലമ്പൂരിലേറ്റ വലിയ അടിയിൽ ആ ഒരു തകർച്ചയിൽ നിൽക്കുകയാണ്. ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് തരത്തിൽ കരകയറാം എന്നുള്ളതിനെക്കുറിച്ചാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ നിന്ന് കിട്ടിയ വിജയം മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള വിജയവും ആ സീറ്റ് നിലനിർത്തുകയുമായിരുന്നു. ചേലക്കരയിൽ LDF-ൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാനും സാധിച്ചു. നിലമ്പൂരിൽ സീറ്റ് തിരികെ പിടിക്കുകയും ചെയ്തു. അത് അവരൊരു വലിയ ആവേശമായിട്ടും ഫുൾ ടാങ്ക് ഇന്ധനം നിറച്ചുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പ് ഗോദായിലേക്ക് ഇറങ്ങാനുള്ള അണിയറ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നത് പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പുകളിലൊന്നും ഇത്ര വലിയ രാഷ്ട്രീയം ഒരുപക്ഷെ ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. ശരിയായിരിക്കാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും വ്യക്തി കേന്ദ്രീകൃതമായിട്ട് മാറും. അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. പക്ഷേ ഇക്കുറി ഇതിനകത്ത് കുറച്ച് മാറ്റം വരും. കഴിഞ്ഞ തവണ മുതൽ തന്നെ വ്യക്തി കേന്ദ്രീകൃതമാണെങ്കിലും അതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നേരിടലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ LDF-ന് വലിയ സ്വാധീനം ഉണ്ടാകും എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് ഉള്ളത്. പക്ഷേ LDF-ന് വലിയ സ്വാധീനമുള്ള കാലഘട്ടത്തിൽ തിരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇവർക്ക് UDF-ന് അനുകൂലമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഇപ്പൊ 2 ചേരികളായിട്ട് ഇപ്പൊ BJP കൂടി വന്നിട്ടുണ്ട്. 3 ചേരികളിൽ നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതിൽ പക്ഷേ ഇതിൽ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഏകദേശം ഒരു 30% ആൾക്കാരുണ്ട്. ഈ 30% ജയവും തോൽവിയും തീരുമാനിക്കുന്നത്. ഈ 30% എന്തായാലും 30% ജനങ്ങൾക്കും പിണറായി സർക്കാരിനോടുള്ള ഒരു വിരോധാഭാസമുണ്ട്. പിന്നീട് ചായുന്ന BJP ഈ പറയുന്ന UDF-ലേക്കാണ്. ഇതിനൊപ്പം UDF-ലെ പലർക്കും CPM-ലോട്ടൊരു ചായ്വുണ്ട്. CPM-ലെ പലർക്കും UDF-ന് കൊടുക്കണമെന്ന് ഉള്ള ഒരു ചായ്വുണ്ട്. BJP-ക്ക് ഇത്തരത്തിലുള്ള. അപ്പം ഇങ്ങനെയുള്ള ഒരു മിക്സഡ് രീതിയിലാണ് നമ്മളുടെ വോട്ടിംഗ് രീതി പലപ്പോഴായിട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF-ന്റെ പ്രധാന കഴിഞ്ഞ തവണത്തേക്ക് പോരായ്മകൾ പലരും പറഞ്ഞു കേട്ട് എനിക്കറിഞ്ഞിട്ടുള്ളത്, അതായത് ഒരു വാർഡിൽ നിൽക്കുന്നിടത്ത് 2-3 സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഘടകകക്ഷികളും ഒക്കെ ചേർന്ന് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ നിർത്തും. ഇത് അവർക്ക് വോട്ട് ചോർച്ച ഉണ്ടാവാൻ വളരെയധികം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും അവർക്ക് UDF-ന് LDF-നെ പോലെ തന്നെ മുന്നേറാൻ പറ്റാത്തത്. ഒരു പക്ഷേ അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തന രീതി അവരുടെ ശരിയായിട്ടുള്ളതല്ല. ഈ പ്രതിനിധികളെ, സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് ശരിയായിട്ടുള്ള രീതിയിലല്ല. ഇത് അവർ കഴിഞ്ഞ കാലഘട്ടത്തിൽ അവർക്കത് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് പലപ്പോഴായിട്ട് ഒരു വിജയം കൈവരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് ഒരു വിജയം കൈവരിക്കുമ്പോൾ അടുത്ത നിയമസഭ വരുമ്പോൾ ജനം വിചാരിക്കും ജനവികാരം LDF-ന്, അങ്ങനെ എന്ത് ചെയ്യും, വീണ്ടും കൊണ്ടുവന്ന് LDF-ന് ജനം വോട്ട് ചെയ്യും. അപ്പം ഇത്തരത്തിലുള്ള ഒരു പാളിച്ച ഇപ്പോൾ UDF അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരിനി അത് പ്രവർത്തിക്കുന്നത് നിലമ്പൂരിൻ്റെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അവരിനി പ്രവർത്തിക്കുന്ന അടിത്തട്ടിൽ നിന്ന് കൃത്യമായിട്ട് ഓരോ മണ്ഡലങ്ങളിലും എത്ര കൗൺസിലേഴ്സിനെ, എത്ര സ്ഥാനാർത്ഥികളെ, ഓരോ വാർഡിൽ നിന്ന് എത്ര പേരെ തിരഞ്ഞെടുക്കണം, അത് ആരൊക്കെയായിരിക്കണം, അവിടെ ജനപിന്തുണയുള്ളവരാര് എന്നുള്ള അടിത്തട്ടിൽ നിന്നും കൃത്യമായിട്ട് അവർ സ്ഥാനാർത്ഥിത്വം നിർണ്ണയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാർ ഈ പറഞ്ഞതുപോലെ തന്നെ LDF-ന്റെ ഭൂരിപക്ഷം പിന്നെയും കുറയാൻ സാധ്യതയില്ല. അതിനകത്തുണ്ടാവും. കാരണം LDF വലിയ ഒരു ആശങ്കയിലൊക്കെ നിൽക്കുന്നുണ്ട്.
കാരണം ഇവര് ഇനിയിപ്പോൾ പല തരത്തിലുള്ള തന്ത്രങ്ങളും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് പിണറായി വിജയൻ അക്കാര്യത്തിൽ വളരെ സമർത്ഥനുമാണ്. എങ്ങനെ മുസ്ലിം വോട്ടുകളൊക്കെ തന്നെ ഭിന്നിപ്പിക്കാം എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവരുമാണ്. അതുകൂടാതെ ഈ ഹൈന്ദവ വോട്ടുകളെ എങ്ങനെ ഏകീകരിക്കാം എന്നുള്ളതും നോക്കുന്നുണ്ട്. UDF ഇതേ അവസരത്തിൽ ഈ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ക്രിസ്ത്യൻ വോട്ടുകളെ ഇവർക്ക് തിരികെ പിടിക്കണം. ഇപ്പോൾ BJP KPCCയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് സണ്ണി ജോസഫാണ്, ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതൊക്കെ വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്ന് അവരുടെ ഒരു പ്രതീക്ഷ ഉണ്ട്. അതുപോലെ നിലമ്പൂരിൽ അവർക്ക് ക്രൈസ്തവ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം ക്രൈസ്തവർ നല്ലൊരു പങ്കും ഇപ്പോൾ BJPയിലേക്ക് ചായുന്നു എന്നുള്ള ഒരു അഭിപ്രായം ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് അങ്ങനെ ഉണ്ട് താനും. അത് അവർക്ക് തിരിച്ചടി ഉണ്ടാക്കുമോ എന്നൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ ഈ ഇവരുടെയൊക്കെ തന്നെ മുസ്ലിം കേരള കോൺഗ്രസ് അവരെ എങ്ങനെയെങ്കിലും ഈ UDFന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരണം എല്ലാവരെയും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ട്. അതായത് ക്രൈസ്തവ വോട്ടുകൾ കൂടുതലായിട്ട് പിടിക്കാൻ കഴിയും കേരള കോൺഗ്രസിനെ മുഴുവനായിട്ട് UDFിലേക്ക് കൊണ്ടുവന്നാൽ. കാരണം കേരള കോൺഗ്രസിൽ കൂടുതലും ക്രൈസ്തവ വിഭാഗത്തിലുള്ളവരാണ്. അപ്പോൾ ഇതൊക്കെ അവർക്ക് കൂടുതൽ അനുകൂല തരംഗം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ്. ഇതൊക്കെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇത്തരത്തിലുള്ള നീക്കം നടത്തും. പക്ഷെ ഇതേ അവസരത്തിൽ BJP വലിയൊരു മാസ്റ്റർ പ്ലാനുമായിട്ടാണ് ഇറങ്ങുന്നത്. അവർ അതിനുള്ള പ്രവർത്തനം കഴിഞ്ഞ ദിവസം തന്നെ തൃശ്ശൂരിൽ കൂടുകയും ചെയ്തു. അവർ പ്രവർത്തനം നടത്തിയതിന്റെ ഇടയ്ക്കാണ് രാജീവ് ചന്ദ്രശേഖരന് ചില ഏകപക്ഷീയമായിട്ടുള്ള കാര്യങ്ങൾ BJPയിൽ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടാവാൻ കാരണമായത്. ഇപ്പൊ BJPയിലെ സർ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് അവരെ അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ ഒരു നല്ലൊരു തുടക്കം കുറിച്ചതാണ്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ഭാരവാഹിത്വം ഏറ്റെടുത്തപ്പം മുതൽ ഒരു കൃത്യമായ നിലയിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഏകപക്ഷീയമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ചില നിലപാടുകൾ, നേതാക്കളുടെ ഇടയിലുണ്ടായ വിഭിന്ന അഭിപ്രായങ്ങൾ, അത് പൊതുവെ ഒരു ഈ പറയുന്നോണം ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ BJP പ്രവർത്തകരുടെ ഇടയിലൊക്കെ ഒരു അസ്വാരസ്യം നിറച്ചിട്ടുണ്ട്. അപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ നമുക്കറിയാം അതൊക്കെ പക്ക എന്താ പറയുക കച്ചവടക്കാരനാണ് എന്ന് പറയുന്നത് ഓക്കെയാണ്. പക്ഷെ പൊളിറ്റിക്കൽ പരമായിട്ട് അദ്ദേഹത്തിന് എത്രത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് നമുക്കറിയില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അത് ഒരുപാട് പാളിച്ച രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വന്നു എന്നുള്ളത് തുടക്കം മുതൽ നമുക്ക് മനസ്സിലായ കാര്യമാണ്. കാരണം നിലമ്പൂരിൽ ആദ്യം മത്സരിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും പിന്നീടാണ് അവിടെ മത്സരിക്കാൻ വന്നത്. അത് അവർക്ക് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായത്. കാരണം ജയവും പരാജയവും ആയിരുന്നില്ല അവിടുത്തെ പ്രധാനം. BJP എന്താണ്, അല്ലെ BJPയുടെ സംഘടനാ പ്രവർത്തനം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇനി നിലമ്പൂർ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് ഒരു പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ ജനങ്ങൾ മാത്രമല്ല കണ്ടുകൊണ്ടിരുന്നത്, കേരള ജനത മുഴുവനും കണ്ടുകൊണ്ടിരുന്നതാണ്. ഒരു ടെസ്റ്റ് ഡോസാണ്, വരുന്ന തെരഞ്ഞെടുപ്പുകളുടെ ഒരു ടെസ്റ്റ് ഡോസ് തന്നെയായിരുന്നു നിലമ്പൂർ നടന്നത്. അവിടെ തന്നെ BJPക്ക് വല്ലാത്തൊരു അടിയാണ് കിട്ടിയത്. കാരണം കഴിഞ്ഞ ഇതിനേക്കാളും വോട്ട് വളരെ ഭൂരിപക്ഷം കുറയുകയും അവർ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു തോൽവി തന്നെ, വൻ പരാജയം തന്നെയാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ രാജീവിന് കിട്ടിയത്. അപ്പൊ രണ്ടാമത് ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ രീതിയിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. കാരണം BJP വളർത്തണം, അല്ലെങ്കിൽ BJPയുടെ ചില വോട്ടുകളൊക്കെ കൂട്ടണം എന്നുള്ള, വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം, അത് മുതിർന്ന നേതാക്കളെയും കൂടെ വെച്ച് വേണമായിരുന്നു അദ്ദേഹം ചർച്ച ചെയ്യാൻ. അവരെ അവഗണിക്കുന്നത് ഒരു പക്ഷേ BJPയുടെ നല്ലൊരു വളർച്ചയ്ക്ക് അത് സാരമായിട്ട് ബാധിക്കും. പക്ഷെ ആ നേതാക്കളെ ഒഴിവാക്കാതെ അവരെയും കൂടെ ചേർത്ത് എടുത്തിക്കൊണ്ട്, കാരണം ഒരുപക്ഷെ രാജീവിന് അറിയില്ല കേരളത്തിന്റെ കാലാവസ്ഥയും കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയും ഒന്നും. അത് ഒരുപക്ഷെ മുതിർന്ന നേതാക്കൾക്ക് അത് മനസ്സിലായി അവരുടെ ഇതും കൂടെ ചേർത്ത് നിർത്തി മുമ്പോട്ട് പോകേണ്ടതായിരുന്നു. അവിടെ ഒരു പാളിച്ച വന്നിട്ടുണ്ട് BJPക്ക്. രണ്ടാമത് പക്ഷെ അതേസമയം UDF ഈ പറയുന്ന കലഹവും അടിപിടിയൊക്കെ ഉണ്ടെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവരെ എല്ലാം കൂടെ ഒത്തൊരുമിച്ച് നിൽക്കും. അതിന് ഏറ്റവും അധികം നമ്മളിപ്പോൾ കണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കൾക്ക് ഓരോ സ്ഥലങ്ങൾ അവർ ഇപ്പോഴേ വീതിച്ചു കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും ഓരോ വ്യക്തികൾക്കും ഓരോ സ്ഥാനങ്ങളും ഓരോ കാര്യങ്ങളും വീതിച്ചു കൊടുത്തതാണ്. കാരണം മുതിർന്ന നേതാക്കന്മാരെ മുൻനിർത്തിക്കൊണ്ടാണ് ബാക്കിയുള്ള യുവതലമുറ കളിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് ഉള്ള BJPയുടെ ചില കാര്യങ്ങൾ, ഏകപക്ഷീയമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അവരെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അവർക്ക് മുന്നേറാൻ പറ്റിയ വലിയ വളക്കൂറുള്ള വലിയൊരു സന്ദർഭമാണ് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്. കാരണം ഒരു മോദി പ്രഭാവം കേരളത്തിലുണ്ട്.
രണ്ടാമത് ഈ യുദ്ധത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ നടത്തിയപ്പോൾ എന്താണ് BJP, എന്താണ് കേന്ദ്ര സർക്കാർ എന്ന് കൃത്യമായി മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ടോ? മോദി ഫാൻസ് തന്നെ മലയാളികളുടെ ഇടയിലുണ്ട്. ഒരു പക്ഷേ UDF-ലും CPM-ലും ഉള്ളവർ പോലും മോദി ഫാൻസ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെ അവർക്കൊരു നല്ല ഒരു അനുഗ്രഹമാണ്. മാത്രമല്ല തൃശ്ശൂർ സുരേഷ് ഗോപി ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ ചില പ്രവർത്തനങ്ങൾ, ഇതൊക്കെ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ ഇത് കളഞ്ഞു കുളിക്കുകയാണ് ചെയ്യുന്നത്. അടിപിടി ഉണ്ടാക്കി കളഞ്ഞു കുളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഈ BJP ഒരു മാസ്റ്റർ പ്ലാനോട് കൂടിയാണ് ഇറങ്ങുന്നത്. വികസിത കേരളം എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ്. നിലമ്പൂരിലെ നമുക്ക് BJP-യുടെ ആ പ്രവർത്തനവും കാര്യങ്ങളും ഒന്നും കാണേണ്ട കാര്യമില്ല. കാരണം അവരുടെ ഒരു ഇടമല്ല അത്. അതുകൊണ്ട് BJP ഉണ്ടാക്കുന്ന വലിയൊരു മാസ്റ്റർ പ്ലാനിൽ ഒരുപക്ഷെ ഇനി അങ്ങോട്ട് മറ്റ് രണ്ട് മുന്നണികളും തകരാൻ പോകുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോവുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.